اللهم صل على سيدنا محمد وآله وأصحابه وأهل بيته أجمعين صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يسر لنا أمورنا مع راحة قلوبنا يا رب العالمين. اللهم بارك لنا في كل أمورنا سلمنا فيما نحن فيه بركة دارنا خير دارنا يا رب العالمين. اللهم اجعل نعمتنا دائما وذريتنا قائمة وأولادنا صالحين يا رب العالمين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا يا رب العالمين. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن إخواننا ومن جيراننا ولمن معانا ولمن وصانا في القرآن. اللهم توفنا وإياهم مسلمين وألحقنا وإياهم بالصالحين. ارحمنا برحمتك يا الله وانصرنا بنصرتك يا الله وارزقنا خائرين عليك برحمتك يا أرحم الراحمين. الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا. നൂറുൽ ഇസ്ലാം മദ്രസയുടെ കെട്ടിടോദ്ഘാടന പൊതുസമ്മേളനത്തിന്റെ സ്വാഗത ഭാഷണം നിർവഹിച്ചുകൊണ്ട് വിജ്ഞാനത്തിൻ ഗരിമ കൊണ്ട് കുരുന്ന മനസ്സുകൾക്ക് ജ്ഞാനത്തിൻ വാതായനങ്ങൾ തുറന്നുകൊടുത്ത അനുഗ്രഹീത ഗുരുവര്യർ പുതുമനക്കുളമ്പ് നൂറുൽ ഇസ്ലാം മദ്രസ സദർ മുസ്തഫ അൻവരി ചോളോട് സ്വാഗത ഭാഷണം നിർവഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളും വീടുകളും ഒരുപാട് വർദ്ധിച്ച് കാലക്രമേണ ആ നാട്ടിലുള്ള നേതാക്കന്മാരുടെ ആ സമയത്തുള്ള ഉമറാക്കളുടെ ഉലമാക്കളുടെ കഠിനായ പ്രയത്നം കൊണ്ട് നമ്മുടെ തൊട്ട് അടുത്തുള്ള ചെറിയൊരു മദ്രസയിൽ നമ്മുടെ ക്ലാസ് പ്രവർത്തിച്ചു വരികയായിരുന്നു. 1.5 വർഷം മുമ്പ് നമ്മുടെ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങി. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഈ പിച്ചുപാടങ്ങളുടെ മഹനീയ കരങ്ങളാൽ കുറ്റിയടിച്ച് നമ്മുടെ മഹല്ലിവാദി ബഹുമാനപ്പെട്ട നാസർ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ മരുമകൻ മൻസൂർ അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടുകയും നമ്മുടെ പുതുവൈക്കോട് പ്രദേശവുമായി വളരെ എല്ലാ നിലക്കും ഇണങ്ങിച്ചേർന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട ഹാമിദ് ഹാജിക്കോയ തങ്ങളുടെ മഹനീയ കരങ്ങൾ കൊണ്ട് കട്ടിവെക്കൽ ചടങ്ങ് നടത്തുകയും അൽഹംദുലില്ലാഹ് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ സുന്ദരമായ ഒരു മദ്രസ 6 ക്ലാസ് റൂമുകളും അതിനകത്തുള്ളതായ സൗകര്യങ്ങളുമായി സംവിധാനിച്ചപ്പോ 35 ലക്ഷം രൂപ നമുക്ക് ഏകദേശം ഇതിന് ചെലവാകുകയും ഒരുപാട് ആളുകൾ സാമ്പത്തികമായി ശാരീരികമായി ഉപകരണങ്ങളായി നമുക്ക് മെറ്റലായി അതുപോലെ തന്നെ മണലി സിമന്റ് പോലത്തെ എല്ലാ വസ്തുക്കളും നമുക്ക് ഒരുപാട് സഹോദരന്മാരുടെ പ്രത്യേകിച്ച് മദ്രസയുടെ മുമ്പിലുള്ള
ആ 3 അടി സ്ഥലം നമുക്ക് നമ്മുടെ സൈതാലേക്ക് സംഭാവന നൽകിയതാണ്. ഇങ്ങനെ നേതാക്കന്മാരുള്ളത് കൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരുപാട് സഹോദര സഹോദരിമാര് ചെറുതും വലുതുമായ സമ്മാനങ്ങൾ നമുക്ക് നൽകിയത് കൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ സ്ഥാപനം നമുക്ക് തുറന്നു തന്ന നമ്മുടെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട സൈദവറുകളെ എല്ലാവിധ ബഹുമാന ആദരവുകളോടുകൂടി ഈ കമ്മിറ്റിക്ക് വേണ്ടി, സ്വാഗത സംഘത്തിന് വേണ്ടി, മഹലിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. بسم الله الذي لا يضر مع اسمه شيء ولا في السماوات ولا السماء العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإن سيدنا الله والله أعوذ بالله السميع العليم من الشيطان. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله العظيم. ബഹുമാനമുള്ള അധ്യക്ഷൻ, വേദിയിൽ വിശാല പൂജ്യമായ അടക്കമുള്ള സാഹചര്യങ്ങൾ ഒറ്റപ്പാലം അടക്കമുള്ള വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും ഈ മഹോന്നതമാനത്തിന്റെയും ഈ മദ്രസ ഉത്തരവാദിത്തപ്പെട്ട സാഹചര്യം ഒരുമിച്ചുകൂടിയ ബഹുമാനമുള്ള ബഹുമാനികളും ബഹുമാനമുള്ള വളരെ പൂർണ്ണമായ പുണ്യമായ ഒരു രീതിയിലാണ് നമ്മളുടെ സംഘം. ഒരു മദ്രസ അഥവാ ഒരു ദീന സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിന് സാക്ഷികളാവാൻ വേണ്ടി ഈ പ്രദേശത്താണെങ്കിൽ അടുത്ത പ്രദേശത്താണെങ്കിൽ ഇതുപോലെ ബന്ധപ്പെട്ട നമ്മൾ നൽകിയ ആളുകൾ മാത്രമല്ല ഇവിടെ ഒരുമിച്ചിരുന്നത്. മഹത്വമാവുന്ന അള്ളാഹുവിന്റെ മലയാളത്തിലുള്ള സംബന്ധിക്കുന്ന ഒരു ശാസ്ത്രം സാമൂഹിക സാംസ്കാരിക പൊതുരംഗങ്ങളിൽ നിറഞ്ഞുനിന്ന ജനങ്ങൾക്കിടയിൽ അനുഗ്രഹീത വ്യക്തിത്വം ഒറ്റപ്പാലം മണ്ഡലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA വേദിയെ അഭിമുഖീകരിക്കുന്നു. ഏറ്റവും ആദരണീയ ബഹുമാന്യരെ, സദസ്സിലുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രിയങ്ങളെ, നമുക്കറിയാം ഇസ്ലാം എന്ന മതം തന്നെ, ആ വാക്ക് തന്നെ അർത്ഥമാക്കുന്നത് സമാധാനം എന്നതാണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നതാണ്. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മതം ജീവിതത്തിലെ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെയും ധാർമ്മികതകളെയും സംബന്ധിച്ച് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കേന്ദ്രം മാറിയ കാലത്തിന് അനുസൃതമായി ഏറ്റവും മികച്ച നിലയിൽ ഇന്ന് ഇവിടെ സജ്ജീകരിച്ച് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ, ഏറ്റവും ബഹുമാന്യനായ ജിഫ്രി മുത്തുകോയ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഈ മദ്രസയിൽ എത്തുന്നവർക്ക് ഏറ്റവും മികച്ച മതപഠനത്തോടൊപ്പം തന്നെ ഏറ്റവും നല്ല മനുഷ്യരായി മാറാനുള്ള കരുത്തും ശേഷിയും ഉണ്ടാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ഇതിന്റെ ഭാഗമായി മാറാനും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഞങ്ങളും ആത്മനിവൃത്തിയിൽ കോരിത്തരിച്ച ഇലാഹിയത്തിന്റെ ദിക്റും ഫിക്റുമായി നൂറെ ഹബീബിന്റെ നൂറൊരുക്കിയ അനുഗ്രഹീത വ്യക്തിത്വം സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ കൊടക്കാട് വേദിയെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له
وأشهد أن سيدنا ونبينا محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ബഹുമാനപ്പെട്ട ബിച്ചുക്കോയത്തങ്ങള്, ബഹുമാനപ്പെട്ട സേവിത്തങ്ങള്, മറ്റു സാധാർത്ഥങ്ങള്, സ്റ്റേജിലും സദസ്സിലൊക്കെ ഉപേക്ഷിച്ച ആലിമ്യങ്ങള്, പണ്ഡിതന്മാർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാൻ കഴിയുന്ന വലിയൊരു നിഅമത്താണ്. ഇന്നലെ ഈ നേരത്ത് ഞാൻ മദീനത്താണ്. ഇന്നലെ ഈ സമയം ഞാൻ മദീനത്തെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ഷരീഫ്. ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ ഇനിങ്ങാനും പോയതാണ്. നൂറെ ഹബീബിന്റെ മുത്തമുൻ ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഒരുപാട് പേര് സഹായിച്ചു. അൽഹംദുലില്ലാഹ്, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ് മദീനത്ത് പോയത്. ഈ നാട് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നാടാണ് ഈ പുതുമലക്കുളമ്പ്. ആദ്യമായിക്കൊണ്ട് ഈ നാട്ടിൽ നിന്നാണ് എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ആളുകൾ വരുന്നത്. അബ്ബാസ് എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ, അവന്റെ പേരില് അബ്ബാസ് അല്ല, അബ്ബാസ് എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹു സഹോദര ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. ആദ്യമായി വന്ന ഈ നാട്ടിൽ നിന്ന ചെറിയ പിഞ്ചു മക്കള്, ചെറിയ മക്കള്, ആ മക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സ്വന്തമായിട്ടൊരു വീടില്ല, കിടപ്പാടമില്ല, തങ്ങളൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ആദ്യമായി കൊണ്ട് എന്നെ സമീപിച്ചത് ഈ പുതുമലക്കുളമ്പുള്ള ഈ നാട്ടിൽ നിന്നാണ്. അള്ളാഹു നാടിനും ഈ നാട്ടുകാർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് സ്നേഹിക്കുന്ന നാടാണ്. രണ്ടാമത് ഞാൻ ഈ മദ്രസക്ക് അൽഹംദുലില്ലാഹ് ഈ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, എന്തായാലും ഇതിന്റെ കട്ടില വെപ്പ് നിങ്ങൾ തന്നെ നിർവഹിക്കണം. അൽഹംദുലില്ലാഹ് 8 മാസത്തിനടുത്തായിട്ടുണ്ടാവും അല്ലെ? അവിടെ വന്നു, കട്ടില വെച്ചു. അൽഹംദുലില്ലാഹ്, ഉദ്ഘാടനത്തിന്റെ സമയത്തും അവർ വിളിച്ച് ഞാൻ പറഞ്ഞു മദീനത്തായിരിക്കും, എന്തായാലും തങ്ങളിപ്പോ വരുന്നെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഞാൻ വന്നു. എന്റെ കാക്കാന്റെ കൂടെ തങ്ങളെ കൂടെ സീതങ്ങളെ കൂടെ വേദി പങ്കിടാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വലിയ നിഅമത്തായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാഹു ഈ നിഅമത്ത് അല്ലാഹു ഉയർത്തി തരട്ടെ, സന്തോഷം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, ഈ മദ്രസയ്ക്ക് വേണ്ടി ഒരുപാട് പേര് സഹായിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ആ കുടുംബത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഇൽമിന്റെ വിഷയം വലിയ, ഇൽമിന്റെ വയത് എത്ര പറഞ്ഞാൽ തീരൂല. ആരൊക്കെങ്കിലും അല്ലാഹു അറിവ് ഒരു ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അറിവാണ്. ആർക്കെങ്കിലും അല്ലാഹു ഒരു ഹിക്മത്ത് നൽകപ്പെട്ടാൽ അതിൽ ഒരുപാട് ഖൈറുണ്ടാവും. അല്ലാഹു ഒരുപാട് പണ്ഡിതന്മാര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അറിവ് അതിലൊരുപാട് ഹിക്മത്ത് അറിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, സന്തോഷം അല്ലാഹു നൽകട്ടെ. ഈ നാട്ടുകാർ ഒരുപാട് പേര് നമ്മൾ നൂറെ ഹബീബിന്റെ മജ്‌ലിസുമായി സഹായിക്കുന്നവരാണ്. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും അല്ലാഹു ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് സ്ഥലം അവര് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസം കൂടാതെ ഇൻഷാ അല്ലാഹ് അതൊക്കെ വാങ്ങാനും ഭാഗ്യം സമ്പത്ത് അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ വാങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.